കടുത്ത വേനലിൽ കുടിവെള്ളം ലഭിക്കാതെ വലയുന്ന കോഴിത്തോട് 116 കോളനി നിവാസികൾക്ക് വാട്ടർ അതോറിറ്റിയുടെ ഇരുട്ടടി. വർഷങ്ങളായി ടാങ്കിൽ നിന്നും ഹോസുകൾ വഴി വെള്ളം ശേഖരിക്കുന്ന പ്രദേശവാസികളുടെ കണക്ഷനുകൾ ഉദ്യോഗസ്ഥരെത്തി മുറിച്ചു മാറ്റി. ഇതോടെ 125ഓളം കുടുംബങ്ങൾ കുടിനീരിനായി കിലോമീറ്ററുകൾ താണ്ടി അഴുതയാറ്റിലേക്ക് പോകേണ്ട ഗതികേടിലായി. കഴിഞ്ഞ രാത്രിയിലാണ് വാട്ടർ അതോറിറ്റിയുടെ പ്രത്യേക സംഘം സ്ഥലത്തെത്തി ഹോസുകൾ മുറിച്ചു മാറ്റിക്കൊണ്ട് പോയതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇത്രയും ആൾക്കാർ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അത് മൃഗങ്ങളെ വളർത്തുന്നവരുണ്ട്, അല്ലാതെ വീടുകളിൽ ഉപയോഗിക്കുന്ന തുണി നനയ്ക്കണം കുഞ്ഞു പിള്ളേരുള്ളവരുണ്ട്. ഇങ്ങനെ ഈ സാഹചര്യത്തിൽ കഴിയുമ്പോൾ ഈ മലമുകളിൽ ഇങ്ങനെ ഒരു കഷ്ടത ചെയ്ത് വലിയ ദ്രോഹമായിട്ട് എനിക്ക് തോന്നുള്ളൂ. കാരണം ഈ സാഹചര്യത്തിൽ ഈ വേനയ്ക്ക് ഇപ്പോൾ കടുത്ത വേനൽ 83 വേനലിൻ്റെ ഏകദേശം അടുത്ത് വന്നിരിക്കുന്ന ഈ വേനൽക്കാലത്ത് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്തത് വളരെ കഷ്ടമുണ്ട്. അത് കൂലിപ്പണിക്കാരായ ജനങ്ങളാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത്, അല്ലാതെ ശമ്പളക്കാരായിട്ടുള്ളവരാരുമില്ല. അപ്പോൾ ഇങ്ങനെ ഈ കൂലിപ്പണിക്കാരോട് ഇത് ദ്രോഹം ചെയ്ത് വലിയ കഷ്ടമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അറിഞ്ഞാലും ഞങ്ങൾ വന്നപ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് പോയി. പിന്നെ ഇവിടെ കിടന്ന നല്ല ബസ്സുകളൊക്കെ ഉണ്ടായിരുന്നില്ല, അവർ വാരിക്കൊണ്ട് പോവുകയും ചെയ്തു. വേണേലും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു തരാൻ. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയി നാട്ടുകാരെ എന്നെ എടുക്കും വെള്ളം കുടിക്കാൻ ഒരു നിവൃത്തിയില്ല. കോഴിത്തോട് പഞ്ചായത്തിലെ 7-10 വാർഡുകളിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശത്തെ നേരത്തെ കുടിവെള്ള പദ്ധതി നിലവിലുണ്ടായിരുന്നു. കോഴിത്തോട് പഞ്ചായത്തിലെ 7-10 വാർഡുകൾ ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് നേരത്തെ കുടിവെള്ള പദ്ധതി നിലവിലുണ്ടായിരുന്നു. എന്നാൽ 8 വർഷം മുമ്പ് റോഡ് നിർമ്മാണത്തിനായി പൈപ്പുകൾ നീക്കം ചെയ്തതോടെ പ്രദേശത്തെ വിതരണം നിലച്ചു. പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുവാൻ തുക അനുവദിച്ചിട്ടും വാട്ടർ അതോറിറ്റി നടപടി വൈകിപ്പിച്ചതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. പോലീസ് മധ്യസ്ഥതയിൽ കരാർ ലംഘിച്ച് ടാങ്കിൽ നിന്ന് നേരിട്ട് വെള്ളം കോരുന്നത് വാട്ടർ അതോറിറ്റി തടഞ്ഞതിനെ തുടർന്ന് 4 വർഷം മുമ്പ് പോലീസിന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയിരുന്നു. പുതിയ പൈപ്പ് ലൈൻ വരുന്നതുവരെ ഹോസുകൾ വഴി വെള്ളമെടുക്കാമെന്ന സമവായത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാർ വെള്ളം ശേഖരിച്ചിരുന്നത്. ഈ ഉറപ്പ് ലംഘിച്ചാണ് ഇപ്പോൾ അതോറിറ്റിയുടെ നടപടിയെന്ന് നാട്ടുകാർ പറയുന്നു. വാട്ടർ അതോറിറ്റിയുടെ നടപടി അങ്ങേയറ്റം മനുഷ്യത്വഹീനമാണെന്ന് പഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ വിനോദ്, ജോജോ പാമ്പാടത്ത്, മിനി തങ്കച്ചൻ എന്നിവർ പറഞ്ഞു. അപ്പം ഞാൻ എയെ വിളിക്കുകയും പറഞ്ഞ് ഞങ്ങളാണ് വന്ന് പൈപ്പ് വെട്ടിയിട്ടത്. താഴോട്ടുള്ള പൈപ്പുകൾ മൊത്തം വലിയ പൈപ്പുകളെല്ലാം എടുത്തോണ്ട് പോയിട്ടുണ്ട്. പൊൻങ്ങത്തോണ്ട് ഇന്ന് വന്നാൽ പൈസ അടച്ച് അവരെ കൊണ്ട് പിഴ അടപ്പിച്ച് അത് തിരിച്ചു കൊടുക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പം വിളിച്ചു ചോദിച്ചപ്പം പറഞ്ഞ് പിന്നെ ഇവിടുത്തെ കരാറുകാരനായ ഷിബുവിനോട് ചോദിച്ചു. ഷിബു പറഞ്ഞത് പിന്നെ താഴെ കുഴിമാവിൽ വെച്ചിരിക്കുന്ന മോട്ടറിന് പവർ കുറവായതുകൊണ്ട് ഇവിടെ വെള്ളം നിറയാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മോട്ടർ ഇവിടെ 1 വർഷത്തോളമായി കേടായിരിക്കുകയാണ്. അത് ഇതുവരെയായിട്ട് നന്നാക്കിയിട്ടില്ല. ഇത് പല അറിയിപ്പം കഴിഞ്ഞ ഭരണസമിതിയൊക്കെ അറിയിച്ചിട്ടും വാട്ടർ അതോറിറ്റിക്കാരിത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതിന് ഈ ടാങ്കിന് ഒന്നെങ്കിൽ വെളിയിൽ പൈപ്പ് ഫിറ്റ് ചെയ്ത് 5-6 പൈപ്പുകൾ ഫിറ്റ് ചെയ്ത് ജനങ്ങൾക്ക് കുടിവെള്ളം നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു കിണർ കുത്തിയാലോ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല. ഇവിടുന്ന് പോകുന്ന പൈപ്പ് ലൈനിൽ നമ്മുടെ ഇന്ദിരാഗിരിയിലോട്ട് മാത്രമാണ് ഇവിടെ വെള്ളം കിട്ടുന്നത്. അതുകൊണ്ട് ഈ റോഡ് പണിതപ്പോൾ ഈ സൈഡിലുള്ള പൈപ്പ് ലൈനുകളെല്ലാം പോയി. അത് പിന്നീട് പുനർനിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത്. ഞങ്ങൾ വാർഡ് മെമ്പർ എന്ന നിലയിൽ അവർ പറയുന്നത് നമുക്ക് കേൾക്കണം, അവരുടെ കാര്യങ്ങൾ നമുക്ക് നടത്തി കൊടുക്കുകയും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനിയുള്ള കാര്യത്തിൽ ഇതിനൊരു വാട്ടർ അതോറിറ്റിക്കാർ ഇതിനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായി തന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇതിനൊരു പ്രതിവിധി ഉണ്ടാക്കാൻ ഞങ്ങൾ ധർണ നടത്തണമെങ്കിൽ ഞങ്ങൾ നടത്തും. അതുകൊണ്ട് മുന്നോട്ടുള്ള കാര്യത്തിൽ വാട്ടർ അതോറിറ്റിയുടെ നല്ലൊരു തീരുമാനം ഉണ്ടാകണമെന്ന് ഞാൻ ഈ വാർഡ് മെമ്പർ എന്ന നിലയിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ 40 വർഷത്തോളമായ ഈ പൈപ്പ് ലൈനുകൾ ഒന്ന് എക്സ്റ്റൻഷൻ ചെയ്യുവാൻ 2 വർഷമായി കോഴിത്തോട് ഗ്രാമപഞ്ചായത്ത് 10-16 ലക്ഷം രൂപയോളം വാട്ടർ അതോറിറ്റിയിൽ പിന്നെ എസ്റ്റിമേറ്റ് എടുക്കുവാൻ വേണ്ടി ഫണ്ടുകൾ നിക്ഷേപിച്ച് വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കാലം ഇത്രമായിട്ടും 2 വർഷത്തോളമായിട്ട് ഒരു എസ്റ്റിമേറ്റ് എടുത്ത് തരുന്ന നടപടി പോലും എയോട് ചോദിക്കുമ്പോൾ പറയും, ഓവർസിയറിനോട് പറയാം, ഓവർസിയറിനോട് ചോദിക്കുമ്പോൾ എക്സിയോട് ചോദിക്കട്ടെ. ഈ ഒരു നടപടികളാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇതുപോലെ കാലാവസ്ഥ വളരെ പ്രതികൂലമായി ഒരു മഴ പോലും ഇല്ലാതെ ജനങ്ങൾ ഇതുപോലെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ഇതുപോലെയുള്ള അതിക്രമങ്ങൾ ജനങ്ങൾക്കെതിരെ കാണിക്കുന്ന വളരെയധികം പ്രതിഷേധാത്മകമായ നടപടികളാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അന്ന് ഈ പൈപ്പുകളെല്ലാം പുനഃസ്ഥാപിക്കാൻ വേണ്ടി അന്ന് ഇവിടുത്തെയുള്ള ആൾക്കാരെല്ലാം കൂടി അന്നത്തെ MLA സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി അന്ന് എൻ്റെ ഒരു അറിവ് ശരിയാണ് 18 ലക്ഷം രൂപയുടെ അടുത്ത് വാട്ടർ അതോറിറ്റി അന്ന് PWD അടച്ചതാണ്. ഈ പൈസ വാട്ടർ അതോറിറ്റി നിലനിൽക്കുക ചെയ്യുകയാണ് ഇന്നലെ ഈ കിരാതമായ നടപടി ചെയ്ത്. ഇവിടുത്തെയുള്ള പൈപ്പ് ലൈനുകൾ നന്നാക്കാനോ ആവശ്യത്തിനുള്ള കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താനോ ഇവർ സാധിക്കുന്നില്ല. വാട്ടർ അതോറിറ്റിയും ഗ്രൗണ്ട് വാട്ടറിൻ്റെയും 2 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കിരാതമായ നടപടികളാണ് കോഴിത്തോട് പഞ്ചായത്തിൽ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് 2-3 വർഷം മുന്നേ അടിച്ച കുഴൽക്കിണറിന് പോലും അവർ അതിന് ഹാൻഡ് പമ്പ് പോലും ഫിറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നില്ല. നമ്മൾ പഞ്ചായത്തിൽ നിന്ന് ചെയ്യേണ്ട മുഴുവൻ നടപടിക്രമങ്ങളും നമ്മൾ പൂർത്തീകരിച്ച് ചെയ്തു കൊടുത്തിട്ടുള്ളതാണ്. ഈ അനാസ്ഥമായ ഈ കുടിവെള്ളക്ഷാമം രൂക്ഷമായി നിൽക്കുന്നത്. അതായത് 3-4 കിലോമീറ്ററുകൾ വേണം അഴുതയാറ്റി പോകണം ഇവർക്ക് തുണി അലക്കണമല്ലോ കുടിവെള്ളം ശേഖരിക്കണമല്ലോ.
അപ്പോൾ ഈ നടപടികൾക്കെതിരെ മുമ്പ് സന്ധ്യാ മെമ്പർ പറഞ്ഞ പോലെ തന്നെ കോരത്തോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ ശക്തമായ പ്രതിഷേധ നടപടികൾ വാട്ടർ അതോറിറ്റി തുടർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഉണ്ടായിരിക്കുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാധാരണക്കാരും കൂലിപ്പണിക്കാരും അധിവസിക്കുന്ന ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം വീടുകളിൽ എത്തിക്കണമെങ്കിൽ വൻതുക സാമ്പത്തിക ചെലവ് വരും. കിലോമീറ്റർ അകലെ നിന്നും വെള്ളം വാഹനത്തിലെത്തിക്കുവാൻ കഴിയൂ, അല്ലെങ്കിൽ കിലോമീറ്ററുകൾ നടന്ന് അഴുതയാറ്റിലെ വെള്ളം ഉപയോഗിക്കേണ്ട അവസ്ഥയിലുമാണ്. കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുവാനാണ് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും തീരുമാനം. ഫെസ്റ്റ് ന്യൂസ്, മുണ്ടക്കയം.